സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നത് ഒരു സീ അനിമോൺ എന്ന് പറയുന്ന ഒരു തരം കടലിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഞാൻ ആദ്യം വിചാരിച്ച ചെടിയായിരിക്കും. ചെടി പ്ലാന്റ് അല്ല. അപ്പോൾ ഈ പച്ച നിറത്തിലുള്ളത് ഒരു ജയൻറ്റ് ഗ്രീൻ അനിമോൺ എന്നാണ് പറയണത്. എന്താണ് സയൻറ്റിഫിക് നെയിം? ദ ആന്തോപ്ലൂരാക്സ് ആന്തോഗ്രാമിക്ക. പച്ച കളറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആൽഗ എൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട്, ഒരു സിംബിയോട്ടിക് ആൽഗ, സൂസാന്തല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ആ പച്ച കളറുള്ളത്. പിന്നെ ആ ഡോം ഷേപ്ഡ് ഉള്ളത് ഫിഷ് ഈറ്റിംഗ് അനിമോൺ അല്ലെങ്കിൽ പെയിൻറ്റഡ് അനിമോൺ എന്നാണ് പറയുന്നത്. രണ്ടും ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ മസൽ, ക്രാബ്, സ്മോൾ ഫിഷ്, ഇതൊക്കെയാണ്. ഇപ്പം കാണുന്നത് ഫിഷ് ഈറ്റിംഗ് അനിമോണാണ്. അപ്പോൾ ഇതൊരു ഇൻവെർട്ടിബ്രേറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വള്ളി പോലത്തെ സാധനത്തിൽ പാക്ഡ് വിത്ത് സ്റ്റിങ്ങിങ് സെൽസ് കോൾഡ് ദെൻ ആ വള്ളിയിൽ സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ട്. അതിന് പേരെന്ന് പറഞ്ഞാൽ നെമാറ്റോസിസ്റ്റ്. പിന്നെ ഇതിൻ്റെ വ്യാസം 8 മുതൽ 10 ഇഞ്ച് വരെ വരും. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇത് കെമിക്കൽ റിസർച്ചിനൊക്കെ ഇപ്പോൾ കണ്ടാലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർട്ടിൻ്റെ സ്റ്റഡീസിനും പെയിൻ മാനേജ്മെൻറ്റിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് ഈ അണ്ടർ വാട്ടർ അദസീവ്. അപ്പോൾ ഇതിൽ നിന്ന് അണ്ടർ വാട്ടർ അദസീവ്സ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ടെൻറ്റക്കിൾ, ആ വള്ളി പോലത്തെ സാധനത്തിന് 7 ഇഞ്ച് നീളം വരെ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് ഈ അണ്ടർ വാട്ടർ, വെള്ളത്തിൻ്റെ അടിയിൽ പൊട്ടിക്കാൻ പറ്റുക അദസീവ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന അനിമോൺസ് എഡിബിൾ അല്ല, ഏതോ ഒരു പർട്ടിക്കുലർ വെറൈറ്റി മാത്രമാണ് എഡിബിൾ. ആ വെറൈറ്റി അത് സ്പെയിനിലൊക്കെ ഉള്ളു. പക്ഷെ അതെല്ലാവർക്കും ഒന്നും അറിയില്ല. ഈ കോസ്റ്റൽ കമ്മ്യൂണിറ്റി, ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏതാണ് കറക്റ്റ് സ്പീഷീസ് എന്ന്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? അനിമോണിയസ് സുൽക്കാറ്റ എന്ന് പറഞ്ഞിട്ടൊരു സ്പീഷീസാണ്. അത് സ്പെയിനിലാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന അനിമോൺ എടുത്ത് കഴിക്കരുത്. അതിൽ ന്യൂറോടോക്സിനാണ്. കുക്ക് ചെയ്താലും പോകത്തില്ല, ന്യൂറോടോക്സിൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. ഞാൻ കുറച്ചേരം കൂടി കാണിക്കാം.